ടൈംസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നല്ലൊരു ദിവസമാവട്ടെ എന്ന് നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെ നല്ലൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുട്ടി സങ്കടം കൂടിയുണ്ട്. ദിനുവേട്ടനും ഞാനും ഈ ഓണത്തിന് ഒന്നിച്ചില്ല. കാരണം ദിനുവേട്ടൻ്റെ വീട്ടിലാണ്, ഞാൻ എൻ്റെ വീട്ടിലാണ്. കാരണം അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ദിനുവേട്ടൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് അച്ഛനമ്മമാരും ഒറ്റയ്ക്കാവില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു ചെറിയ വിഷമമുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വേണ്ട, ദിനുവേട്ടനില്ലല്ലോ വ്ലോഗ് ചെയ്യേണ്ടതെന്ന്. പിന്നെ വിചാരിച്ചു എൻ്റെ കുഞ്ഞൊരു ഓണാഘോഷം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് പൂവൊക്കെ ഇട്ടു, പൂ ഇടുന്നൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് കുറച്ച് വർക്ക് മീറ്റിങ്ങൊക്കെ വന്നിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞു പൂക്കളം കാണിക്കാം കേട്ടോ. അമ്മ ഓണത്തിൻ്റെ സദ്യ ആക്കുന്ന തിരക്കില്ല. ഇപ്പോൾ വല്യമ്മയും അമ്മമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കുഞ്ഞൊരു സദ്യയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അതോടെ ഇന്ന് ഓണം സെലിബ്രേഷൻ കഴിയും. ഞാൻ പൂക്കളം കാണിക്കാം. ഇതാണ് കേട്ടോ മുറ്റത്തിട്ട പൂ. ഇനി ഞാൻ പൂജാമുറിയിലിട്ടത് കാണിക്കാം കേട്ടോ. അടുപ്പത്ത് നമ്മുടെ സദ്യക്കുള്ള അരി തിളയ്ക്കുന്നുണ്ട്. കക്കിരിക്കപ്പരക്ക് റെഡിയായി. ഇത് നിങ്ങൾ എന്താ പറയുക, പിന്നെ ക്യാബേജ് ഉപ്പേരി റെഡിയായി. ഇപ്രാവശ്യം ക്യാബേജ് ആട്ടല്ല, ഇത് ഞങ്ങൾ പയറാ വെക്കുക. പിന്നെ കുമ്പളങ്ങോലം റെഡി ആയിട്ടുണ്ട്, കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത് ഏച്ചി അനിയത്തിയും കൂടെ എന്തോ സൊറ പറയാം, ഇവിടെ വല്ലപ്പോഴും എല്ലാം ഒന്നിച്ച് കൂടും. അപ്പം ഇങ്ങനെ ഓരോ വിശേഷം ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. ഇത് നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള വെല്ലം ഉരുക്കുന്നതാട്ടോ. ഇപ്രാവശ്യം പ്രഥമനാക്കാമെന്ന് വിചാരിച്ചു. ഏലക്ക പൊടിച്ച് ചേർത്തു. ഇനി നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ്യിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ആ നെയ്യോടുകൂടി ചേർത്തപ്പോൾ ഉണ്ടല്ലോ, എന്താ മണം എന്നറിയാം. പിന്നെ കുറച്ച് സമയം അമ്മയും മോളും കൂടി ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ സദ്യയുടെ പപ്പടവും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി സദ്യ ഇവിടെ റെഡിയായി കേട്ടോ. അമ്മ ഇല മുറിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അതിഥി ഇങ്ങെത്തി. ഇവൻ സ്ഥിരം വരുന്ന ആളാട്ടോ. കുഞ്ഞൊരു ഉടുമ്പ്. അമ്മ അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അവനത് കഴിക്കും, പോവും. ഇന്ന് ഞാനിപ്പോൾ ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളമ്പിയാലോ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു. ഒരു ഗ്ലാസ് പായസവും കൂടെ കുടിച്ചാൽ ഇനി പിന്നെ സൂചി കുത്താൻ സ്ഥലമില്ല വയറിൽ, അതുപോലെ ഫില്ലായി. എനിക്കിഷ്ടം ഇങ്ങനെ അടുക്കള ഭാഗത്ത് വന്നിരുന്നു ഇങ്ങനെ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിക്കാൻ. നല്ല മഴയും വരുന്നുണ്ട്. പിന്നെ സദ്യ കഴിച്ചാൽ തന്നെ പ്രത്യേകിച്ചൊരു ഉറക്കം വരുമല്ലോ, എനിക്ക് കിടന്നുറങ്ങാം.
വൈകുന്നേരം എണീക്കുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ഓണം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം ടു ഓൾ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും